സുഭദ്ര വേഗം നടക്ക്. ഹാ, ഈ പെണ്ണിവിടെ എന്ത് ചെയ്യുവാ? നല്ല ചന്തമുണ്ട് ഈ ഡ്രസ്സൊക്കെ കാണാൻ. ഓഹോ, ഡ്രസ് നോക്കി നിക്കാണോ? ഹലോ സുഭദ്രദേവി, വീട്ടില് പോണ്ടേ? ഈ പെണ്ണിത് ഠോ, എന്താ രാമ? നീ ഇവിടെ എന്ത് നോക്കി നിക്കുവാ? അത് പിന്നെ ഈ ഡ്രസ്സൊക്കെ കണ്ടപ്പോ എന്ത് ഭംഗിയാ കാണാൻ അല്ലേ? നിന്റെ വിചാരം എന്താ മനുഷ്യന്മാരെടുക്കുന്ന ഡ്രസ് ഇതൊക്കെ? ആ, അപ്പൊ ഞാൻ എടുത്തത് എന്താ? നല്ല ഡ്രസ് അല്ലേ? ആ, നീ എടുത്ത നല്ല ഡ്രസ് തന്നെ. പക്ഷേ ഇതിലും ഭംഗിയുള്ള വസ്ത്രങ്ങളാ ഈ നാട്ടിലെ മനുഷ്യന്മാർ ഉപയോഗിക്കാറ്. അതെയോ? ആ, അതെ. എന്നാ വാ നടക്ക്, പോവാൻ വീട്ടില്. അല്ല, നിനക്ക് ഈ ഷോപ്പിന്റെ ഉള്ളിൽ കയറണമെന്നുണ്ടോ? അത് പിന്നെ കയറണമെന്നുണ്ട്. പക്ഷേ അച്ഛനെ അന്വേഷിക്കും. തിരിച്ചു പോണം, ഒത്തിരി നേരമല്ലേ നമ്മള് വന്നിട്ട്. ഈ അച്ഛന്റെ കാര്യം ഒന്ന് ആലോചിച്ച് വിഷമിക്കണ്ട. ആ, അതെന്താ അങ്ങനെ പറഞ്ഞേ? അച്ഛൻ ഒരിക്കലും അറിയത്തില്ല നമ്മൾ ഇവിടെ വന്ന കാര്യം. അതെന്താ ഇത്ര ഉറപ്പ്? അത് പിന്നെ സത്യം പറ, നീ എന്തെങ്കിലും പണി ഒപ്പിച്ചിട്ടുണ്ടോ? ചെറിയൊരു പണി ഒപ്പിച്ചിട്ടാ ഞാൻ വന്നിരിക്കണേ. എന്ത് പണി? അത് പിന്നെ എന്റെ അച്ഛനെ നീ കൊന്നോ? ഒന്ന് പോടി അവിടുന്ന്. നിന്റെ അച്ഛനെ കൊന്നാ പിന്നെ എനിക്ക് അമ്മായിപ്പനുണ്ടാവോ? ആ, എന്ത്? ഏയ്, ഞാൻ കൊന്നിട്ടൊന്നുമില്ല, ഞാൻ പറയാൻ കഥ. ആ, എന്നാ പറ. ഞാനുണ്ടല്ലോ രാവിലെ അച്ഛനെ ഒത്തിരി നോക്കി, പക്ഷേ അച്ഛനെ കണ്ടില്ല. ഞാൻ അമ്മയോട് യാത്ര പറഞ്ഞിട്ടാ വന്നത്. അത് ഞാൻ രാമനോട് പറഞ്ഞില്ലായിരുന്നോ രാവിലെ തന്നെ? ആ, പറഞ്ഞായിരുന്നോ? അച്ഛൻ എവിടെയാന്ന് എനിക്കറിയത്തില്ല. അച്ഛൻ എവിടെയാന്ന് എനിക്കറിയാം. ആ, അച്ഛൻ എവിടെയുള്ളത്? അത് പിന്നെ രാമ, ഒന്ന് പറ, അച്ഛൻ എവിടെയാ? രാവിലെ തന്നെ എന്നെയും തേടിയിട്ട് നിന്റെ അച്ഛൻ എന്റെ അരികിലേക്ക് വന്നു. മോള് പറഞ്ഞു ഇവിടെ ഉണ്ട് രാമെന്ന്. കയറി നോക്കട്ടെ അവനിവിടെ എന്തെടുക്കുവാന്ന്. രാമാ, രാമാ, ഇതെന്താ ഈ ചെക്കൻ വിളിച്ചിട്ട് വിളി കേക്കാത്തെ? ഹേയ് രാമാ, രാമാ. ഇത് തന്നെ കിട്ടിയ അവസരം. ആ, എന്താ എന്താ നീ എന്റെ അച്ഛനെ ചെയ്തേ? എന്റെ പൊന്നു സുഭദ്ര, അറക്കുമുമ്പ് പെടക്കല്ലടി. ഒന്ന് വേഗം പറ, അച്ഛനെ നീ എന്ത് ചെയ്തു? പറയാം, ഒന്ന് ശ്വാസം വിടാൻ സമയം തരുമോ? രാമാ, രാമാ. രാമനല്ല, സീത. അന്ന ദിവസം തന്നെ എനിക്ക് ഒരുപാടിട്ട് പണിതല്ലേ കളവാ നീ. നിനക്കുള്ള പണി ഞാനിത് ഇപ്പൊ തന്നെ തരാം. അവിടെ കിടക്ക് കളവാ, ഞാനും സുഭദ്രയും തിരിച്ചു വരുന്നവരെ. അയ്യോ, ഇതാരാ വാതിലടച്ചേ? വാതില് തുറക്ക്, വാതില് തുറക്കാൻ, തുറക്ക്, തുറക്കാൻ. ആരും തുറക്കില്ല, അവിടെ കിടന്നോ. അയ്യോ, ഇതാരെന്നെ ഇവിടെ പൂട്ടിയിട്ടത്? അയ്യോ, 2 പട്ടികളും 2 പൂച്ചകളും 2 പുലികളും ഉണ്ടാവും. താനിവിടെ ഇരിക്കട്ടാ, ആരും വരാൻ പോകുന്നില്ല തന്നെ രക്ഷപ്പെടുത്താൻ. എടോ, താൻ എന്ത് ചതിയാടോ ഈ ചെയ്തത്? എന്റെ അമ്മ എത്ര വിഷമിക്കുന്നുണ്ടാവും അറിയോ അച്ഛനെ കാണായിട്ട്? എന്റെ സുഭദ്ര, എന്റെ മുന്നിൽ വേറെ വഴിയില്ല. എന്നാലും അയ്യോ, എന്റെ അച്ഛൻ അതിനുള്ളിൽ കിടന്ന് കരയുന്നുണ്ടാവും. എന്റെ സുഭദ്ര, നമ്മളിപ്പോ കാട്ടിലെത്തൂലേ? കാട്ടിലെത്തിയ പാട് ഞാൻ നിന്റെ അച്ഛനെ തുറന്നു വിടും. തുറന്നു വിടാനെന്താ, ഇത് പട്ടിക്കുട്ടിയാ? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? നിനക്ക് വേണ്ടിയിട്ടാ ഞാൻ ഇതൊക്കെ ചെയ്തത്. എന്നിട്ട് നീ എന്നോട് ഇങ്ങനെ ദേഷ്യം പിടിക്കുകയാണോ? അയ്യോ, എന്നാലും പാവം എന്റെ അച്ഛൻ. എന്റെ സുഭദ്ര, നീ അത് വിട്. ഇവള് കട്ട കലിപ്പില. ഇവളെ ദേഷ്യം ഇപ്പൊ ഞാൻ എങ്ങനെ കുറയ്ക്കും? ആ, ഐഡിയ. എന്താ ആലോചിക്കുന്നത് നീ? അത് പിന്നെ വേറെ ഒന്നുമില്ല, ഈ ഷോപ്പില് ഒത്തിരി ഭംഗിയുള്ള ഡ്രസ് ഉണ്ട്. എനിക്കൊന്നും വേണ്ട നിന്റെ ഒരു ഡ്രസ്. എന്റെ സുഭദ്ര, ഈ നാട്ടിൽ വന്നിട്ട് ഈ ഷോപ്പിൽ കയറില്ലെങ്കിൽ അത് വല്ലാത്ത നഷ്ടമായിരിക്കും. എനിക്കൊന്നും കേക്കണ്ട. സുഭദ്ര, നീ ചുമ്മാ ദേഷ്യം പിടിക്കാതെ വാ, ഈ ഷോപ്പിലും കൂടി കയറിട്ട് നമുക്ക് അപ്പൊ തന്നെ കാട്ടിലേക്ക് പോവാം. എന്നിട്ട് എത്തിയ പാടെ തന്നെ നിന്റെ അച്ഛനെ ഞാൻ തുറന്നു വിടും. ഓ, സുഭദ്ര പ്ലീസ്, ഒന്ന് ദേഷ്യം കുറയ്ക്ക് പ്ലീസ്. എന്നോട് ഇങ്ങനെ ദേഷ്യം പിടിക്കല്ലേ പ്ലീസ്. എനിക്ക് ആലോചിച്ചിട്ട് തല വേദനയാവുന്നു. ഈശ്വര, എന്റെ അച്ഛൻ അതിനുള്ളിൽ കിടന്ന് ആർത്ത് കരയുന്നുണ്ടാവും. സുഭദ്ര, സുഭദ്ര, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നിന്നെ ഇവിടെ എത്തിച്ചിട്ട് നീ എന്നോട് ഇങ്ങനെ ദേഷ്യം പിടിക്കുകയാണോ ചെയ്യുന്നത്? നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തത്. നിന്റെ അച്ഛൻ നീ പട്ടണത്തിലേക്ക് എത്തിയത് ഒരിക്കലും അറിയരുതെന്ന് വിചാരിച്ചിട്ടില്ലേ ഞാൻ ആ റൂമിലിട്ട് പൂട്ടിയത് അച്ഛനെ? രാമ, നീ കരയണ്ട. ഞാൻ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ നിന്റെ കാട്ടിന്ന് പോവില്ലേ? ഞാൻ പിന്നെ ഒരിക്കലും വരില്ലല്ലോ. ഞാനിപ്പോ എന്താ ചെയ്യാ? ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നിനക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഞാൻ വാങ്ങിച്ചു തരാം, വാ. ആ, മതി നിന്റെ കരച്ചിൽ നിർത്ത്, ഞാൻ വരാം. എന്നാ വാ സുഭദ്ര, വാ. ആ, വന്നു.
ഹായ്, എന്ത് രസാ ഇവിടുത്തെ വസ്ത്രങ്ങളൊക്കെ കാണാൻ. ഇതൊക്കെ എന്ത്? ഹലോ മാഡം, ഏത് ടൈപ്പ് ഡ്രസ്സാണ് നിങ്ങൾക്ക് വേണ്ടത്? അത് പിന്നെ ഈ ജീൻസും ടോപ്പ് ഉണ്ടാവോ? ഓ ഉണ്ടല്ലോ. ആ, ഒരു ടീഷർട്ടും ഒരു ജീൻസും ഒന്ന് കാണിച്ചതേ. അത് ഈ സെക്ഷനിലല്ല, ഈ സെക്ഷനിൽ കൂടുതലും ഗൗൺസ് ആണുള്ളത്. അത് വേറെ സെക്ഷനിലാണ് ഉള്ളത്. ഓ അതെയോ? അതെ. രാമു, ജീൻസും ടോപ്പോ? അതെന്ത് ഡ്രസ്സാ? അത് പിന്നെ നല്ല ഭംഗിയെ കാണും. നീ ഒന്ന് ഇട്ടിട്ട് വാ. ആ, എവിടുന്ന് ഇടാൻ? അത് ഈ ചേച്ചി പറഞ്ഞുതരും. നീ കൂടെ പൊയ്ക്കോ. ശരി മാഡം, വരൂ. ആ വരാം. സുഭദ്ര, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നീ ഡ്രസ്സ് മാറ്റിയിട്ട് വാ. ശരി രാമ. ഈ പെണ്ണിനോട് ചോദിച്ചു നോക്കിയാലോ, വൈഫ് എന്ന് പറഞ്ഞ എന്താ അർത്ഥമെന്ന്? ഇത് തന്നെ കിട്ടിയ അവസരം, ചോദിച്ചു നോക്കാം. വരൂ മാഡം, ആ സെക്ഷനിലാണ് ജീൻസും ടോപ്പും ഇരിക്കുന്നത്. ആ ഞാൻ വരാം. അതിനു മുമ്പേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? നിങ്ങളുടെ ചെവി ഒന്ന് കാട്ടാമോ? എന്തിനാ? ഒരു സീക്രട്ട് ചോദിക്കാനാ. ചോദിച്ചോളൂ. ഈ പെണ്ണെന്താ ഇവളുടെ ചെവിയിൽ സ്വകാര്യം പറയാൻ പോകുന്നത്? ചേച്ചി, ഈ വൈഫ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? വൈഫ് എന്ന് പറഞ്ഞ ഭാര്യ എന്നാണ് അർത്ഥം. അയ്യോ, എല്ലാം നശിപ്പിച്ചു. എന്താ മാഡം? ഏയ് ഒന്നുമില്ല, ഞാൻ ചുമ്മാ ചോദിച്ചതാ. വരൂ മാഡം, ഡ്രസ് കാണിച്ചു തരാം. ആ അതെ വന്നു. രാമാ, നിന്നെ ഞാൻ പിന്നെ എടുത്തോളാട്ടാ. സുഭദ്ര, ഇവളിതെല്ലാം നശിപ്പിച്ചു. ഓ, അവക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ആ ഹോട്ടലാരും ചോദിച്ചപ്പോ ഞാൻ വൈഫ് എന്ന് പറഞ്ഞത് അവള് മനസ്സൊന്ന് വിട്ടിട്ടില്ല. അപ്പോ ചേ ഓ, എല്ലാം കൂടി ഇപ്പോ പോളായി. എന്തായാലും ഇനി അവൾ കുറച്ചു നേരം എന്നോട് വന്ന് ചോദിക്കും. ഞാൻ എന്ത് പറയും? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്റെ ആഗ്രഹം ഇനി നടക്കും തോന്നില്ല. ഞാനായിട്ട് തന്നെ അങ്ങോട്ട് പറയേണ്ടി വരും അവളെ ഇഷ്ടാണെന്ന്. എന്നാലും ഇവളൊരു ബുദ്ധിമതി തന്നെ. ഈ പെണ്ണത് ഇവിടുത്തെ ആളോട് പോയി ചോദിക്കുന്നത് ഞാൻ മനസ്സ് പോലും വിചാരിച്ചില്ല. വടി കൊടുത്ത് അടി വാങ്ങിയ അവസ്ഥയായി എനിക്കിപ്പോ. ഹലോ കൂട്ടുകാരെ, പുതുതായി നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നു പോയിക്കല്ലേ കൂട്ടുകാരെ. ഇപ്പൊ നമുക്ക് വീഡിയോസിനൊക്കെ വളരെ ലൈക്ക് കുറവാണ്. കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കമന്റ് ചെയ്യാനും മറന്നു പോയിക്കല്ലേ കൂട്ടുകാരെ. നമ്മുടെ വീഡിയോസിന് സപ്പോർട്ട് തരുന്ന എല്ലാ കൂട്ടുകാരോടും ഒത്തിരി ഒത്തിരി നന്ദി. സുഭദ്രാമ്മയുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തേക്കണേ. ഇഷ്ടമായില്ലെങ്കിലും കമന്റ് ചെയ്തേക്കണേ കൂട്ടുകാരെ. ഓക്കെ ബൈ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ലവ് യു ഓൾ, താങ്ക് യു ഓൾ. കൂട്ടുകാരെ ഒരിക്കൽ കൂടി പറയാനേ, പുതുതായി നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നു പോയിക്കല്ലേ കൂട്ടുകാരെ. കൂട്ടുകാരുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നത് കേട്ടോ. അപ്പൊ കൂട്ടുകാർ മറക്കാതെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഓക്കെ ബൈ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.